ഉന്നത ജീവിതം സാധ്യമാകുന്നത് എങ്ങനെ എന്ന വിഷയം സംബന്ധിച്ച് അല്പമായിട്ട് നമുക്ക് കേൾക്കാം. ക്രിസ്തീയ ജീവിതം നീതിയുടെയും വിശുദ്ധിയുടെയും ജീവിതമാണെന്നാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ ഒന്നാമത്തെ സ്വഭാവ വിശേഷം നീതിയാണ്. റോമർ 14:17. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലം. യാക്കോബ് 3:17. ദൈവാത്മാവിനെക്കുറിച്ച് അത് വിശുദ്ധിയുടെ ആത്മാവാണെന്ന് റോമർ 1:5 പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവ് 11:2 ഇത് യഹോവാഭക്തിയുടെ ആത്മാവാണെന്ന് നാം കാണുന്നു. യഹോവാഭക്തിയുടെ പ്രത്യേകത അത് ദോഷത്തെ വിട്ടകലുന്നതാണ് എന്ന് സദൃശവാക്യം 16:6 രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളയണമെന്ന് 1 പത്രോസ് 2:1 പറയുന്നു. നാം ഉപദേശത്തിൽ എന്നവണ്ണം ജീവിതത്തിലും അങ്ങേയറ്റം വിശുദ്ധി പാലിക്കണമെന്ന് ഇതുപോലെയുള്ള നിരവധി ദൈവവചന ഭാഗങ്ങൾ നമ്മെ ഓർപ്പിക്കുന്നു. ഉപദേശം അഥവാ വിശ്വാസ വിഷയങ്ങൾ ശരിയായിരിക്കുന്നിടത്തോളം കാലം ജീവിതം എങ്ങനെയായിരുന്നാലും വേണ്ടില്ല, കുറച്ചൊക്കെ വീഴ്ചകളും പാപങ്ങളും ഉള്ളതാണെങ്കിലും കാര്യമാക്കേണ്ടതില്ല എന്ന പൊതുവിലുള്ള ചിന്താഗതി ദൈവവചനത്തിന് നിരക്കുന്നതല്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ ഞാനൊരു നീതിമാനാകുന്നു എന്നതിനാൽ ആ നീതി എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും വെളിപ്പെട്ട് കാണേണ്ടതാണ്. ഫലങ്ങളാലാണ് നാം ഒരു വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. അതുപോലെ നീതിയുടെ ഫലം പുറപ്പെടുവിക്കാത്ത ഒരു ജീവിതത്തിൽ കർത്താവിൻ്റെ നീതി വസിക്കുന്നു എന്ന് എങ്ങനെ വിശ്വസിക്കാനാകും? ഉപദേശത്തിലുള്ള വിശുദ്ധി പ്രായോഗിക ജീവിതത്തിലും പ്രകടമായി കാണേണ്ടതാണ്. വിശുദ്ധനായ ദൈവവുമായി അഭേദ്യമായ ജീവൽ ബന്ധത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ പ്രകടനം കാണേണ്ടത് ആവശ്യമല്ലേ? നമ്മുടെ ക്രിസ്തീയ ജീവിതം നീതിയും വിശുദ്ധിയും കൊണ്ട് അലങ്കരിക്കപ്പെട്ടതായിരിക്കണം എന്നത് ദൈവവചനത്തിൻ്റെ വ്യക്തമായ പ്രബോധനമാണ്. എന്നാൽ നാം ഈ കാര്യങ്ങളെ വേണ്ടത്ര ഗൗരവത്തിൽ പരിഗണിക്കാറുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളായി ഞാൻ ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇവിടെ അതിപ്രധാനമായ മറ്റൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ വരുന്നു. അതെങ്ങനെ സാധിക്കും എന്നുള്ളതാണത്. ഇങ്ങനെയുള്ള ഒരു ജീവിതം നമുക്ക് എങ്ങനെ ജീവിക്കുവാൻ സാധിക്കും? യേശുക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് സ്വയമായി ചെയ്യുവാൻ കഴിയുന്നതല്ല എന്ന് മാത്രമല്ല, അവ നമ്മുടെ പ്രകൃതിയായുള്ള സ്വഭാവത്തിന് വിരുദ്ധവുമാണ്. ഉദാഹരണമായി, ശത്രുക്കളെ സ്നേഹിക്കുക എന്നതും നമ്മെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുക എന്നതും നമ്മുടെ പ്രകൃതിയിൽപ്പെട്ടതല്ല. ശത്രുക്കളെ പകയ്ക്കുവാനും ശപിക്കുന്നവരെ തിരിച്ച് ദുഷിക്കുവാനുമാണ് നമുക്കുള്ള സ്വാഭാവിക പ്രേരണ. സ്വയത്തെ പകയ്ക്കുക എന്നതല്ല, സ്വയത്തിൻ്റെ ഇഷ്ടാനുസരണം സർവ്വവും ചെയ്യുക എന്നതാണ് മനുഷ്യ സഹജം. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതിരിക്കുന്നതല്ല, സർവത്തെയും കുറിച്ച് ചിന്താകുലമുള്ളവരായിരിക്കുക എന്നതാണ് നമ്മുടെ പ്രകൃതി. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ യാതൊരു നന്മയും വസിക്കുന്നില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. റോമർ 8:7. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. ഗലാത്യർ 5:17. എന്നാൽ യാതൊരു നന്മയും വസിക്കാത്ത പ്രകൃതിക്കാരായ മനുഷ്യരെ വ്യത്യാസപ്പെടുത്തി പുതിയൊരു ജീവൻ അവരിൽ പകർന്ന് ദൈവ സ്വഭാവമുള്ളവരായി അവരെ തീർക്കുവാനാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമ്മുടെ സ്വന്തം ശക്തിയാൽ ഇങ്ങനെയുള്ള ഒരു ജീവിതം അസാധ്യമാണ്. തങ്ങളുടെ സ്വയ തീരുമാന ശക്തിയിലും നിശ്ചയദാർഢ്യത്തിലും ആശ്രയിച്ച് ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ശ്രമിക്കുന്നത് പരമാബദ്ധമാണ്. അത് സാധ്യവുമല്ല. എന്നാൽ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്ന ഒരുവൻ്റെ ഉള്ളിൽ തൻ്റെ ആത്മാവ് മുഖാന്തരം ദൈവ സ്വഭാവം പകർന്ന് ദൈവത്തിന് ഹിതകരമായത് ദൈവം തന്നെ അവനിൽ നിവർത്തിക്കുകയാണ്. എബ്രായർ 13:21 ഈ കാര്യം നമുക്ക് കാണാം. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, ക്രിസ്തു ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിനായി നമ്മെ ശക്തരാക്കുകയാണ് ചെയ്യുന്നത്. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് ഫിലിപ്പർ 4:13 നാം വായിക്കുന്നു. ക്രിസ്തു എന്നിൽ വസിക്കുമ്പോൾ അവനുമായുള്ള എൻ്റെ പങ്കാളിത്തമാണ് വിജയകരമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കുന്നത്. എൻ്റെ സ്വയശക്തിയിൽ സാധ്യമല്ലാത്ത കാര്യങ്ങൾ ക്രിസ്തുവിൻ എന്നിൽ വസിച്ചുകൊണ്ട് എന്നിൽ കൂടെ ചെയ്യുവാൻ സാധിക്കും. അതായത്, എനിക്കൊരിക്കലും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങൾ ദൈവസഹായത്താൽ ചെയ്യുവാൻ എനിക്ക് കഴിയും. 2 കൊരിന്ത്യർ 3:6 പറയുന്നത് പോലെ നമ്മുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. എൻ്റെ സ്വയ ജീവിതത്തെ ക്രിസ്തു തൻ്റെ ശക്തിയാൽ ഇല്ലായ്മ ചെയ്യുകയും പകരം തൻ്റെ ജീവൻ എന്നിൽ പകരുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം വിജയകരമാകുന്നത്. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ലെന്ന് ക്രിസ്തു പറഞ്ഞിട്ടുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. നാം അവൻ്റെ ജീവൻ്റെ പങ്കാളിയായി തീർന്നിരിക്കുന്നുവെന്ന് എബ്രായർ 3:14 വായിക്കുന്നു. ക്രിസ്തു എന്നിൽ വസിച്ചുകൊണ്ട് എന്നിലൂടെ തൻ്റെ ജീവനെ വെളിപ്പെടുത്തുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ മഹത്വം. സ്വാഭാവികമായും എനിക്ക് അസാധ്യമായ കാര്യങ്ങൾ ക്രിസ്തു എന്നിൽ സാധ്യമാക്കി തീർക്കുകയാണ്. എൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടും അനുകരിക്കുവാനുള്ള കഴിവുകൊണ്ടും ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന ജീവിത വിശുദ്ധിയും നന്മയും അല്ല, ക്രിസ്തു എന്നിൽ ഉളവാക്കുന്ന ആത്മീയ ഫലമാണ് ജീവിതത്തിൽ കാണേണ്ടത്. മനുഷ്യരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് നോക്കാം. ഇത് ക്രിസ്തു നമ്മിൽ വസിച്ച നമ്മിൽ ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് നാം കണ്ടു. എന്നാൽ ഇതിൽ മനുഷ്യരായ നമുക്കുള്ള പങ്കെന്താണ്? ദൈവം ചെയ്തുകൊള്ളും എന്ന് വിചാരിച്ച് നാം നിഷ്ക്രിയരായി ഇരിക്കുകയാണോ വേണ്ടത്? നാം ഇതിൽ എന്ത് ചെയ്യണം? ദൈവത്തിൽ ആശ്രയിക്കുക, സ്വയം കീഴ്പ്പെടുത്തി കൊടുക്കുക എന്നതാണ് നമ്മുടെ ഭാഗം. ഈ വലിയ വേല നമ്മിൽ ചെയ്യുക എന്നത് ദൈവത്തിൻ്റെ ചുമതലയാണ്. അതിനവൻ വീഴ്ച വരുത്തുകയില്ല.
സ്വയത്തെ മരിപ്പിക്കുവാൻ ഞാൻ മനഃപൂർവ്വം സമ്മതിച്ച് പരിശുദ്ധാത്മാവിനെ അനുസരിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. നമ്മുടെ സ്വയ ഇച്ഛയ്ക്ക് വിരുദ്ധമായി ദൈവം ഒന്നും ചെയ്യുകയില്ല എന്ന് നാം ഓർക്കണം. നമുക്ക് സ്വയമായി സാധിക്കുവാൻ നാം വളരെ ശ്രമിച്ചിട്ടും സാധിക്കാത്ത കാര്യങ്ങൾ കർത്താവ് ചെയ്യുന്നതിന് നാം നമ്മെ തന്നെ അവൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോഴാണ് ദൈവം തൻ്റെ വേല എന്നിൽ നിവർത്തിക്കുന്നത്. രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ഏർപ്പെടുന്ന ഒരു വിഷയത്തിൽ ഒരുവൻ ഒരു കാര്യം ചെയ്യുന്നതിന് മറ്റേയാളെ വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ പിന്നെ ആ വ്യക്തി ആ കാര്യം നിവർത്തിക്കുമെന്ന് വിശ്വസിച്ച് സ്വന്തം ശ്രമങ്ങളിൽ നിന്ന് പിന്മാറി സ്വസ്ഥനായിരിക്കാൻ സാധിക്കും. താൻ ഭരമേൽപ്പിച്ച കാര്യം വിശ്വസ്തനായ തൻ്റെ സ്നേഹിതൻ നിറവേറ്റുമെന്ന ഉറപ്പ് തനിക്ക് ആശ്വാസം നൽകുകയും അവൻ അത് നിവർത്തിക്കുന്നത് കാണുമ്പോൾ അതിൽ സന്തോഷിച്ച് താൻ അവന് നന്ദി പറയുകയും ചെയ്യുന്നു. ഇതാണ് ക്രിസ്തുവുമായുള്ള പങ്കാളിത്ത ജീവിതത്തിൽ സംഭവിക്കുന്നത്. മനുഷ്യരായ നമുക്ക് വളരെ കാര്യങ്ങൾ ചെയ്യാനില്ലെങ്കിലും നമ്മുടെ ഉത്തരവാദിത്തമായ ആശ്രയിക്കുക, കീഴ്പ്പെടുക എന്നീ കാര്യങ്ങൾ നാം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. നാം ആശ്രയിക്കുമ്പോൾ കർത്താവ് പ്രവർത്തിക്കുന്നു. ഒരു കുശവൻ കളിമണ്ണുകൊണ്ട് ഭംഗിയായി പാത്രങ്ങൾ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെടുത്തി ഹന്ന വിറ്റൽ സ്മിത്ത് എന്ന ഭക്ത ഇതിനെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: തന്നെ രൂപപ്പെടുത്തുന്ന കുശവന്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ച് അനങ്ങാതെ കിടന്നുകൊള്ളുക എന്നതാണ് കളിമണ്ണിന് ചെയ്യുവാനുള്ളത്. അപ്പോൾ കുശവൻ തന്റെ ഇഷ്ടം പോലെ ഭംഗിയുള്ള ഒരു പാത്രമായി ആ കളിമണ്ണിനെ രൂപപ്പെടുത്തും. അതിനായി അവൻ ആ മണ്ണിനെ കുഴയ്ക്കുകയും കാൽ കൊണ്ട് ചവിട്ടി മെതിക്കുകയും വെള്ളമൊഴിക്കുകയും വെയിലത്ത് വെച്ച് ഉണക്കുകയും ചിലപ്പോൾ അതിനെ തൊടാതെ ദിവസങ്ങൾ തന്നെ ഇട്ടേക്കുകയും ചെയ്തു എന്നും വരാം. എന്നാൽ കളിമണ്ണ് ശരിയായി തൻ്റെ കയ്യിൽ പദം വന്നതിന് ശേഷം അവൻ നിശ്ചയിച്ച പാത്രമായി അതിനെ രൂപപ്പെടുത്തിയെടുക്കുന്നു. ഇവിടെ വേല ചെയ്യുന്നത് മുഴുവൻ കുശവനാണെങ്കിലും അതിനായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയും കീഴ്പ്പെടുത്തി അനുവദിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത് കളിമണ്ണാണ്. തന്നെത്താൻ ഒരു പാത്രമായി തീരുവാൻ കളിമണ്ണിന് അസാധ്യമാണെങ്കിലും അങ്ങനെ തീർക്കുവാൻ കഴിവുള്ളവൻ്റെ കയ്യിൽ അത് തന്നെത്താൻ ഏൽപ്പിക്കുന്നു. അനേക വർഷങ്ങൾ വെറും മണ്ണായി അത് ഭൂമിയിൽ കിടന്നെങ്കിലും കുശവന്റെ കയ്യിൽ വന്നപ്പോൾ മാത്രമാണ് അത് ഭംഗിയുള്ള ഒരു പാത്രമായി തീർന്നത്. അതുപോലെ സ്വർഗീയ കുശവന്റെ കയ്യിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കുവാൻ നാം മനസ്സുള്ളവരാകുമെങ്കിൽ, തൻ്റെ വേല നമ്മിൽ ചെയ്യുവാൻ നാം അവനെ അനുവദിക്കുമെങ്കിൽ, അവൻ മാനത്തിനുള്ളതും ശുദ്ധീകരിക്കപ്പെട്ടതും യജമാനന്റെ ഉപയോഗത്തിന് ചേരുന്നതുമായ പാത്രമാക്കി മാറ്റുന്നു. ഒരു ദിവസം കൊണ്ടല്ല ഈ പ്രക്രിയ പൂർത്തിയാകുന്നത്. ആകൃതി ഭേദം വരുത്തുന്ന ഒരുവന്റെ കയ്യിൽ കളിമണ്ണെടുക്കുമ്പോൾ മുതൽ പല അവസ്ഥകളിലൂടെ കടന്ന് അത് കുശവൻ ആഗ്രഹിക്കുന്ന നിലയിൽ ആയിത്തീരുന്നു. പെട്ടെന്നല്ല അതൊരു പാത്രമായി തീരുന്നത്. അതുപോലെ ദൈവം നമ്മിൽ വേല ചെയ്യുവാൻ ആരംഭിച്ച് ഓരോ ഘട്ടങ്ങൾ പൂർത്തിയാക്കി തൻ്റെ പൂർണ്ണഹൃദയത്തിലേക്ക് നമ്മെ സാവധാനമായി നടത്തും. നാം ചെയ്യേണ്ടത് ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ടത് അവൻ ചെയ്യാതിരിക്കുകയില്ല. കഫർന്നവും എന്ന സ്ഥലത്ത് യേശുക്രിസ്തുവിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ ജനങ്ങളുടെ അവിശ്വാസം നിമിത്തം കഴിഞ്ഞില്ല എന്ന് നാം വായിക്കുന്നുണ്ട്. അവന് മനസ്സില്ലായിരുന്നു എന്നല്ല, അവന് കഴിഞ്ഞില്ല എന്നത്രേ പറഞ്ഞിരിക്കുന്നത്. കുശവൻ എത്ര സമർത്ഥനായാലും കളിമണ്ണ് തൻ്റെ കയ്യിൽ വരാത്തിടത്തോളം കാലം ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ. അതുപോലെ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ നമ്മിൽ നിന്ന് തനിക്ക് പ്രസാദമുള്ള ഒരു ജീവിതം ഒരുക്കുവാനും ദൈവത്തിന് കഴിയുന്നതല്ല. ഈ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ ദൈവസേനയിൽ നിങ്ങളെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുവാൻ, അവനിൽ ആശ്രയിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? കർത്താവേ, എനിക്ക് സ്വയമായി ഉളവാക്കുവാൻ കഴിയാത്ത ഉന്നതമായ ക്രിസ്തീയ ജീവിതാനുഭവം നീ എന്നിൽ ഉളവാക്കണമേ. അതിനായി നിന്റെ കയ്യിൽ ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. നീ അത് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് കർത്താവിനോട് നിങ്ങൾ പറയുമോ? അധ്യായം 4. ദൈവത്തിൻ്റെ വേലയിൽ മനുഷ്യൻ്റെ പങ്ക് എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമാകുന്നത് അവൻ്റെ പങ്കാളിത്തത്തിൽ കൂടെ മാത്രമാണ്. പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം പേർ കൂടി ഒരു കാര്യം ചെയ്യുന്നു എന്നാണല്ലോ. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ദൈവവും മനുഷ്യനും പങ്കുകാരായി പല കാര്യങ്ങളും ചെയ്യുന്നത് നമുക്ക് കാണാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കർത്താവ് തന്നെ ലാസറിന്റെ കല്ലറക്കൽ ചെന്ന് അവനെ ഉയർപ്പിക്കുന്നതിന് മുൻപ് ആ കല്ലറ അടച്ചു വെച്ചിരുന്ന കല്ല് ഉരുട്ടിമാറ്റുവാൻ ആവശ്യപ്പെടുന്നതായി നാം കാണുന്നു. മരിച്ച ആളെ ഉയർപ്പിക്കുവാൻ പോകുന്ന യേശുക്രിസ്തുവിൻ്റെ കേവലം ഒരു വാക്കുകൊണ്ട് ആ കല്ല് തൽസ്ഥാനത്ത് നിന്നും മാറ്റാമെന്ന് നമുക്കറിയാം. എന്നാൽ മനുഷ്യനാൽ ചെയ്യാവുന്ന കാര്യം ചെയ്യുവാൻ ക്രിസ്തു ആവശ്യപ്പെടുന്നു. നമ്മാൽ ആകാത്ത കാര്യം ഇവിടെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നത് അവൻ ചെയ്തു തരും. ക്രിസ്തുവിന് കല്ലുമാറ്റുവാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, എന്നാൽ ആ കാര്യത്തിൽ ഒരു പങ്കാളിത്തം താൻ ആഗ്രഹിക്കുന്നു. നാം കൂടിയാണ് ആ കാര്യം നിവർത്തിച്ചത് എന്ന് വരുവാനും അതിൽ നാം സന്തോഷിക്കുവാനും ദൈവം ഇടവരുത്തുന്നു. 5 അപ്പവും 2 മീനും കൊണ്ട് ക്രിസ്തു 5000 പേരെ പോഷിപ്പിച്ച സംഭവം നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നു. ഈ വലിയ അത്ഭുതം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട് എന്നവൻ ചോദിച്ചു. കേവലം 5 അപ്പം മാത്രം ഒരു ബാലന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതെടുത്ത് വാഴ്ത്തി നുറുക്കിയാണ് യേശുക്രിസ്തു 5000 പേരെ പോഷിപ്പിച്ചത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സർവ്വം സൃഷ്ടിച്ച സൃഷ്ടാവായ ഇവന് ഒന്നുമില്ലായ്മയിൽ നിന്ന് അപ്പം സൃഷ്ടിക്കുവാൻ കഴിയുകയില്ലയോ? തീർച്ചയായും കഴിയും. എന്നാൽ മാനുഷിക ഉപാധികളെയും നമ്മുടെ പങ്കാളിത്തത്തെയും ദൈവം ആഗ്രഹിക്കുകയും അതിൽ ആശ്രയിക്കുകയും ചെയ്യുന്നു എന്നതിന് ഇതിൽ പരം എന്ത് തെളിവ് വേണം? 5000 പോഷിപ്പിക്കുക എന്ന ആ വലിയ കാര്യത്തിൽ ആ കൊച്ചുബാലനും ഒരു പങ്കു കൊടുക്കുവാൻ ഇഷ്ടപ്പെട്ട കർത്താവിനെ നാം ഇവിടെ കാണുന്നു. ഈ സംഭവത്തിൽ പ്രധാന കാര്യം, അതായത് അപ്പം വർദ്ധിപ്പിക്കുക എന്നത് താനാണ് ചെയ്തതെങ്കിലും ആ വിഷയത്തിൽ ആ ബാലനും കൂടെ പ്രവർത്തിച്ചുകൊണ്ടാണ് കാര്യം സാധിച്ചത് എന്ന് പെരുമാറ് കർത്താവ് പ്രവർത്തിച്ചു. ആ ബാലൻ വീട്ടിൽ മടങ്ങിയെത്തിയ അമ്മയോട്, അമ്മേ, ഞാനും യേശുവും കൂടി 5000 പേരെ പോഷിപ്പിച്ചു എന്ന് പറഞ്ഞാൽ
അതിൽ നമുക്ക് തെറ്റ് പറയാനാകുമോ? അതിൽ അഹങ്കരിക്കുവാൻ കാര്യമൊന്നുമില്ലെങ്കിലും അവനും കൂടിയാണ് അത് ചെയ്തതെന്ന് പറയുവാൻ ആ വലിയ പദവി അവന് നൽകുവാൻ കർത്താവ് ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നാം വീട്ടു സാധനങ്ങൾ അടുക്കി പെറുക്കുകയോ മറ്റോ ചെയ്യുമ്പോൾ വീട്ടിലെ കുഞ്ഞുകുട്ടികളും വന്ന് നാം സ്ഥലം മാറ്റി പിടിച്ചിരുന്ന മേശയുടെയും അലമാരയുടെയും അറ്റത്തൊന്ന് പിടിച്ചു തരുന്നു. എന്നിട്ട് അവരും കൂടിയാണ് ആ കാര്യം ചെയ്തതെന്ന് പറയുന്നത് അവർക്ക് വലിയ സന്തോഷം നൽകുന്ന ഒന്നാണ്. ഇതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിലും അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്നതും നമ്മുടെ സ്വാഭാവിക പ്രകൃതിക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മിൽ നിവർത്തിക്കുന്നതും ക്രിസ്തു തന്നെയാണെങ്കിലും നമ്മുടെ പങ്കിനെ അവൻ വിസ്മരിക്കാതെ അതിൽ നാം ചെയ്യുന്ന നിസ്സാര കാര്യത്തെ പോലും കർത്താവ് അഭിനന്ദിക്കുന്നു. നമ്മുടെ പങ്കും പ്രധാനമെന്ന് അവൻ എണ്ണുന്നു. ന്യായപ്രമാണവും കൃപയുടെ പ്രമാണവും. പുതിയ നിയമത്തിലെ കൃപയുടെ പ്രമാണം ഈ നിലയിലാണ് പ്രവർത്തിക്കുന്നത്. കൃപ എന്ന വാക്കിന് നാം സാധാരണ മനസ്സിലാക്കുന്ന, നാം അർഹിക്കാത്ത ആനുകൂല്യം അല്ലെങ്കിൽ ദയ എന്ന അർത്ഥം കൂടാതെ മറ്റൊരർത്ഥം കൂടിയുണ്ട്. അത് നമ്മെ ശക്തിപ്പെടുത്തുന്ന ദൈവസഹായം എന്നതാണ്. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ തന്റെ ജഡത്തിലെ ശൂലം നീങ്ങിപ്പോകേണ്ടതിന് പ്രാർത്ഥിച്ച പൗലോസിനോട് കർത്താവ് പറയുന്ന ഉത്തരം, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തിരിഞ്ഞു വരുന്നു എന്നതാണ്. ഇവിടെ കൃപ എന്ന് പറഞ്ഞാൽ ബലഹീനതയിൽ തിരിഞ്ഞു വരുന്ന ദൈവശക്തി എന്നാണല്ലോ അർത്ഥം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് ഫിലിപ്പിയർ 4:13 പൗലോസ് പറയുന്നുണ്ടല്ലോ. ഞാൻ ആകുന്നത് കൃപയാലാകുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ ഞാൻ ഈ നിലയിലായത് ദൈവത്തിൻ്റെ ദയയാലും അവൻ എന്നെ ബലപ്പെടുത്തി സഹായിച്ച് ഈ സ്ഥാനത്താക്കിയതിനാലും എന്നാണല്ലോ. നിങ്ങളിന്ന് ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ല. റോമർ 6:14. റോമർ 7:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ന്യായപ്രമാണത്തെയും കൃപയുടെ പ്രമാണത്തെയും പറ്റി 2 ഭർത്താക്കന്മാരോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു. അവിടെയും നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയ സത്യം നമുക്ക് കാണാവുന്നതാണ്. ന്യായപ്രമാണം വളരെ കർശനവും വിട്ടുവീഴ്ചയില്ലാത്തതുമാണ്. വളരെ കർശനക്കാരനും കൃത്യനിഷ്ഠക്കാരനുമായ ഒരു ഭർത്താവിനോട് നമുക്കിതിനെ ഉപമിക്കാം. വീട്ടിലെ കാര്യങ്ങളെല്ലാം ചിട്ടയായി നടക്കുക, ഭക്ഷണം കൃത്യസമയങ്ങളിൽ തന്നെ കഴിക്കുക, വീട്ടു സാധനങ്ങളൊന്നും അതതിൻ്റെ സ്ഥാനം തെറ്റാതെ എപ്പോഴും ഇരിക്കുക, വീട് വളരെ ഭംഗിയായും നന്നായും എപ്പോഴും സൂക്ഷിക്കുക, ഇങ്ങനെയുള്ള കർശനമായ ചിട്ടകളുള്ള ഒരു ഭർത്താവ്. തൻ്റെ ഭാര്യയെ നമ്മുടെ ഒരു ചിത്രമായി നമുക്ക് കണക്കാക്കാം. ഈ ഭാര്യയ്ക്ക് ഭർത്താവ് പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായും ചിട്ടയായും ചെയ്യുവാൻ സാധിക്കുന്നില്ല. താൻ വളരെ പരിശ്രമിച്ചിട്ടും എല്ലാ ചിട്ടകളും പാലിക്കുവാൻ സാധിക്കാത്തതിൽ അവൾ നിരാശയാണ്. ഭാര്യയുടെ വീഴ്ചകളെ സഹിക്കാനാവാതെ ചിട്ടക്കാരനായ ഭർത്താവ് അവളെ ശാസിക്കുന്നു. പക്ഷേ ആ വീട്ടുജോലികൾ, ഭാരിച്ച ചുമതലകൾ നിറവേറ്റുവാൻ അവൻ അവളെ സഹായിക്കുകയില്ല. തൻ്റെ ഒരു ചെറുവിരൽ പോലും അനക്ക് വീട് ശുചിയാക്കി ഇടുന്നതിനോ ഭക്ഷണം പാകം ചെയ്യുന്നതിനോ അവളെ സഹായിക്കില്ല. ഈ പരിതസ്ഥിതിയിൽ ഭർത്താവിൻ്റെ നിയമങ്ങൾ ആകുന്ന വലിയ ഭാരം പേറി ഈ സ്ത്രീ കഷ്ടപ്പെടുന്നു. ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൾ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കേണ്ടത് ആവശ്യമാകിയാൽ ഈ അവസ്ഥയിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുവാൻ സാധ്യതയില്ല. എന്നാൽ ദൈവം ഈ സ്ത്രീയെ മരിപ്പിക്കുക മുഖാന്തരം ഭർത്താവിൻ്റെ കടുപ്പമേറിയ നിയമങ്ങൾക്ക് കീഴിൽ നിന്ന് അവളെ മോചിപ്പിക്കുന്നു. എന്നിട്ട് ദൈവം അവളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. പുതിയൊരു ഭർത്താവിനെ അവൾക്ക് നൽകുന്നു. ഈ പുതിയ ഭർത്താവ് കൃപയുടെ പ്രമാണം അല്ലെങ്കിൽ ക്രിസ്തു തന്നെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. ഈ പുതിയ ഭർത്താവ് പഴയ ആളേക്കാൾ കർശനം കുറഞ്ഞവനല്ല, ചില കാര്യങ്ങളിൽ കൂടുതൽ ചിട്ടക്കാരനാണ്. എന്നാൽ ഒരു വ്യത്യാസം, ഈ നിയമങ്ങൾ പാലിക്കുവാൻ അവൻ തൻ്റെ ഭാര്യയെ സഹായിക്കുന്നു. ഭക്ഷണം പാകം ചെയ്യുവാനും വീട് ശുചിയാക്കുവാനും മറ്റും ഭർത്താവ് തന്നെ മുൻകൈ എടുക്കുകയും ഭാര്യയെ വളരെ സഹായിക്കുകയും ചെയ്യുന്നു. ന്യായപ്രമാണം കൊല ചെയ്യരുത് എന്ന് പറഞ്ഞെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പ്രമാണം അതിനേക്കാൾ ഉയർന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. സഹോദരനോട് കോപിക്കുന്നവനെല്ലാം കൊലപാതകനത്രേ. വ്യഭിചാരം ചെയ്യരുത് എന്ന പഴയ നിയമ പ്രമാണത്തിന് പകരം സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് ക്രിസ്തു പറയുന്നു. രണ്ടാമത്തെ ഭർത്താവിൻ്റെ നിലവാരമാണ് കൂടുതൽ ഉയർന്നതെങ്കിലും ഒറ്റയ്ക്ക് സാധിക്കാത്ത കാര്യം തൻ്റെ ഭർത്താവ് ഭാര്യയ്ക്ക് സാധിപ്പിച്ചു കൊടുക്കുന്നു. ന്യായപ്രമാണം എന്നോട് ഓടുവാൻ പറയുന്നു, പക്ഷേ കാലുകളെ തരുന്നില്ല. കൃപയോ എന്നോട് പറക്കുവാൻ പറഞ്ഞ ചിറകുകളെ തന്നു എന്ന ഒരു ദൈവദാസൻ പറഞ്ഞിട്ടുള്ളത് എത്രയോ സത്യം. നാം ഇന്ന് ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരായിരിക്കുന്നു. ആ സത്യമായ കൃപ കർത്താവ് നമുക്ക് തരുന്നതിനാൽ ഒരു പാപത്തിനും നാം കിഴങ്ങേണ്ട ആവശ്യമില്ല. ഒരു പാപവും കോപമോ അസൂയയോ ക്ഷമയില്ലായ്മയോ ദ്രവ്യാഗ്രഹമോ അതെന്തു തന്നെ ആയിക്കൊള്ളട്ടെ എൻ്റെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തേണ്ട ആവശ്യമില്ല. പുതിയ നിയമ പ്രമാണത്തിൽ നിയമങ്ങൾ തരുന്നവൻ തന്നെയാണ് അത് പ്രമാണിക്കുവാനുള്ള ശക്തിയും തരുന്നത്, അല്ലെങ്കിൽ അവൻ തന്നെയാണ് ആ ശക്തി. എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പൗലോസ് അപ്പോസ്തലന്റെ വാക്കുകൾ ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തെ പ്രസാദിപ്പിച്ച് പാപത്തിൻ്റെ മേൽ ജയമുള്ള ഒരു ജീവിതം നയിക്കുന്നതിന് കർത്താവ് എന്നെ ശക്തിപ്പെടുത്തുകയാണ്. എൻ്റെ പ്രകൃതിക്കും സ്വഭാവത്തിനും വിരുദ്ധമായ എൻ്റെ സ്വന്തം കഴിവിനാൽ എനിക്ക് സാധിക്കാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ അവൻ എന്നെ സഹായിക്കും, ശക്തിപ്പെടുത്തും. ആ കാര്യങ്ങൾ എന്നിൽ കൂടി അവൻ നിവർത്തിക്കും. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം, എത്ര അനുഗ്രഹീതനായ ഒരു കർത്താവ്. അവനുമായുള്ള പങ്കാളിത്തം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം സാധ്യമാകും. ഈ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചാണോ നിങ്ങൾ ജീവിക്കുന്നത്? കൃപയാൽ വിജയം എന്ന ഈ വലിയ സത്യം നിങ്ങൾ ഇതുവരെ ഗ്രഹിച്ചിട്ടില്ലേ? ഇതാ, ദൈവം വലിയ അനുഗ്രഹത്തിൻ്റെ വാതിൽ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നു. ദൈവകൽപ്പനകൾ പാലിക്കുവാൻ അസാധ്യമെന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ
ക്രിസ്തുവുമായുള്ള പങ്കാളിത്തത്തിൽ അവ പാലിക്കുവാനുള്ള കൃപ, അതായത് ശക്തി പ്രാപിച്ച് ജീവിക്കുക. ഇതാണ് വിജയ ജീവിതത്തിൻ്റെ രഹസ്യം. എൻ്റെ സ്വന്തം കഴിവിൽ കാര്യങ്ങൾ സാധിക്കുകയല്ല, പ്രത്യുത കർത്താവിൻ്റെ ശക്തിയാലും കഴിവിനാലും കാര്യങ്ങൾ ചെയ്യുവാൻ ഞാൻ പ്രാപ്തനാക്കപ്പെടുകയാണ്. ഈ കൃപ ഓരോ ദിവസവും പ്രാപിച്ച് വിജയ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.